ഹലോ ഓൾ, എല്ലാവർക്കും മൈമെൻറ്റർ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഏകദേശം റിവിഷൻ്റെ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാക്റ്റുകൾ പഠിക്കുക എന്നത് മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നേരിടുക എന്നതുകൂടെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി വരികയാണെങ്കിൽ ആ ചോദ്യങ്ങളെ എങ്ങനെ നേരിടും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കി, ആ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അതിന്റെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഒന്ന് ജൻജാഗരൺ യാത്ര എന്ന് തന്നിട്ടുണ്ട്, ദണ്ഡി യാത്ര എന്ന് തന്നിട്ടുണ്ട്, സമത യാത്ര എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് ഹരിജൻ യാത്ര അല്ലെങ്കിൽ ഹരിജൻ പര്യടനം എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കായിരുന്നു. എന്താണ്? ഗാന്ധിജി 1933 മുതൽ നടത്തിയിട്ടുള്ള, ഇന്ത്യ മുഴുവൻ നടത്തിയിട്ടുള്ള ആ ഒരു പര്യടനത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കി, ആ ഒരു ദൂരമൊക്കെ തന്നിട്ട് വളരെ വിശാലമായ രീതിയിൽ ആണ്, എന്താ പറയുക, കുറച്ചുകൂടെ കോംപ്ലക്സ് ആക്കിയിട്ടുണ്ട് ആ ചോദ്യം നോക്കുമ്പോഴത്തേക്കും അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ പരീക്ഷ ഹാളിലിരുന്ന് കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആകും. പക്ഷെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാം? 1933 ഈ ഒരു യാത്ര തുടങ്ങുന്നതെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെ കുറിച്ച് നോക്കുമ്പോൾ 5 വട്ടം കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. 1920 വന്നിട്ടുണ്ട്, പിന്നെ 25 27 പിന്നെ 34 വന്നിട്ടുണ്ട്, 37 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1934 ഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്തത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഹരിജൻ ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതൊരു ബേസിക് ഫാക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ആ സമയത്താണ് കൗമുദി ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ കയ്യിലുള്ള വളകൾ ഗാന്ധിജിക്ക് അഴിച്ചു നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശാലമായിട്ടൊരു കാര്യം ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹരിജൻ യാത്ര അല്ലെങ്കിൽ ഹരിജൻ പര്യടനം എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും, വല്ലാതെ ഇതായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പരീക്ഷാ ഹാളിലിരുന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം, അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഇതിനകത്ത് ഭയങ്കര ഇതൊന്നുമില്ല, എന്താ പറയുക, ട്രിക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ ചോദിച്ചിരിക്കുന്നത്? നിർമ്മിക്കാത്ത കോട്ട എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്, പുരാണ കില എന്ന് തന്നിട്ടുണ്ട്, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ വരുന്നത്? പുരാണ കിലയാണ്. പുരാണ കില നിർമ്മിച്ചിട്ടുള്ളത് ആരാണ്? ഹുമയൂൺ ആണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ ഉള്ളത് ആഗ്ര കോട്ടയുണ്ട്, ലാഹോർ കോട്ടയുണ്ട്, അലഹബാദ് കോട്ടയുണ്ട്. ഇത് മൂന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ബർ നിർമ്മിച്ചിട്ടുള്ള കോട്ടകളാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് നമ്മളെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലുള്ള കുറച്ചധികം കൺസ്ട്രക്ഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന സമയത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നിർമ്മിക്കാത്ത കോട്ട എന്നാണ് പറഞ്ഞേക്കുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. യെസ്, എന്താ ചോദിച്ചിരിക്കുന്നത്? വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യവും ഞാൻ ആദ്യത്തെ ചോദ്യം കാണിച്ചതുപോലെ തന്നെ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി, എളുപ്പത്തിൽ ചോദിച്ചാൽ മതി, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പരീക്ഷാ ഹാളിലിരുന്ന് നോക്കുമ്പോൾ വർഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈശ്വര, ഇത് ഞാൻ പഠിച്ച സാധനമല്ലേ, ഇനി വേറെന്തെങ്കിലും കലാപമാണോ എന്നൊക്കെ തോന്നും. പക്ഷെ വർഷം വെച്ചിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുക. പിന്നെ മാത്രമല്ല, വയനാട്ടിലെ കാടുകളിൽ നിന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്? കുറിച്യ കലാപമാണ്. അന്നത്തെ ഗോത്രവർഗക്കാർക്ക് എതിരെ ബ്രിട്ടീഷുകാർ അവരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയതിനെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു കലാപമാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഗോത്ര കലാപം കൂടിയായിരുന്നു അത്. പിന്നെന്താ നമ്മൾ പഠിക്കാറുള്ളത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന ആഹ്വാനം മുഴക്കിയിട്ടുള്ള ഒരു കലാപം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ?
കുറിച്യ കലാപമാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ഈ വർഷം വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഉത്തരം ഇപ്പം എന്താ വരിക? രാമൻ നമ്പി എന്നുള്ളതാണ് ഉത്തരം വരിക. പിന്നെ തന്നിട്ടുള്ളത് തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേന കുങ്കൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും ഓപ്ഷൻ നോക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടൂല. ഇത് മൂന്നും പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്, മറ്റേത് മാത്രം കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് പൊതുവേ നമ്മൾ PSCക്കൊക്കെ വളരെ ബേസിക് ആയിട്ട് പഠിച്ചു പോകുമ്പോഴൊന്നും നമ്മളങ്ങനെ കാണാത്തൊരു ചോദ്യമാണിത് അല്ലേ. പക്ഷേ ഓൾഡ് SCERTക്കകത്തൊക്കെ ഉള്ള ഒരു കഥയാണ് ഇത്. കഥ മീൻസ് അതിനകത്ത് എന്താ പറയുക, പറഞ്ഞു പോകുന്ന ഒരു ഹിസ്റ്ററി പാർട്ടാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലെ യുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്തത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. 1939 തുടങ്ങി 45 വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണിത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ന്യൂറംബർഗ് ആണ്. പിറ്റ്സ്ബർഗ്, പീറ്റേഴ്സ്ബർഗ്, ഗെറ്റിസ്ബർഗ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ന്യൂറംബർഗ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം മുഴുവനും നമ്മൾ എന്തുകൊണ്ട് നടന്നു, ഏതൊക്കെ അലൈഡ് പവർ, ആക്സിസ് പവർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ വ്യത്യസ്തമായിട്ടൊരു ചോദ്യമാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ട് പഠിച്ചു പോവുക. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ SCERT പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോവുക. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സ്റ്റോറി പോലെ മനസ്സിലാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമായി അല്ലേ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണത്. നമുക്ക് എന്താ ഓപ്ഷൻ തന്നിരിക്കുന്നത്? ജീൻ ജാക്കോസ് റൂസോ, വോൾട്ടയർ, ബാരൻ ഡി മോണ്ടസ്ക്യൂ, ഡെനിസ് ഡിഡറോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഉത്തരം നമുക്ക് എളുപ്പം കിട്ടും. റൂസോ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായ്പ്പോഴും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? റൂസോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പല പല കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് അന്നത്തെ ഫ്രഞ്ച് ജനതയിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അസമത്വമാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പിന്നെന്താ, തെത്തെ എന്ന് പറയുന്ന ഒരു നികുതി അവരുടെ മേൽ ചുമത്തുക എന്ന് തുടങ്ങിയിട്ട് അവർ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്താ, ഫാൾ ഓഫ് ബാസ്റ്റിലെ ജയിൽ തകർക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ ഒരു രീതി നമ്മൾ പഠിച്ചു പോകുക അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? തത്വചിന്തകരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലേ. ഒരു ഇമ്മീഡിയറ്റ് കോസാണോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. പക്ഷെ എന്താണ്, ഈ തത്വചിന്തകരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാണുള്ളത്. ആരൊക്കെയാണ്? റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഇവർ 3 പേരുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ജീൻ ജാക്കോസ് റൂസോ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇങ്ങനെ വാദിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരാണ്? ഡോക്ടർ അംബേദ്കർ ഉണ്ട്, ഗാന്ധി തന്നിട്ടുണ്ട്, ദാദാഭായ് നവറോജി തന്നിട്ടുണ്ട്, ബാലഗംഗാധര തിലക് തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇങ്ങനെ വാദിച്ചത്? ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇംഗ്ലീഷ് ഭരണത്തിലുള്ള പലതരത്തിലുള്ള ഭരണ രീതികളും കടം കൊള്ളുകയും അതേസമയം ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വയം ഭരണാധികാരം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരികയും ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെ ഒരു ഹാർമണി ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്താണ്? ഒരു രാഷ്ട്രീയ സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണിത് പറഞ്ഞിട്ടുള്ളത്? മഹാത്മാഗാന്ധിയാണിത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു ചോദ്യമാണ്. ഇപ്പോൾ എന്താ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? വാണ്ടർ ഗോഫൻ ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്, വാണ്ടർ ഗോഫൻ ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 1604 സാമൂതിരിയുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വിദേശ ശക്തികളുടെ ഇവിടെയുള്ള ആ ഒരു ആധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന
പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുമായിട്ട് ഡച്ചുകാർ വളരെയധികം എന്താ പറയുക കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടക്കമായിരുന്നു വാൻ ഡെർ ഗോഹനുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള ഈ ഒരു കരാറ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ലാഹോർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് 1931 മാർച്ച് 23 താഴെ പറയുന്നതിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. സൂര്യസെൻ, രാജഗുരു, ചന്ദ്രശേഖർ ആസാദ് ഇവരാരുമല്ല. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഉത്തരം എന്ന് പറയുന്നത് രാജഗുരു ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലാഹോർ ഗൂഢാലോചന കേസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവർ 3 പേരും നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള ആളുകളെല്ലാം എന്താണ്, റവല്യൂഷണറി ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നും. കൃത്യമായിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ചോദ്യമാണിത് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, അതായത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ വധിക്കുകയും അതുമാത്രമല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കകത്തേക്ക് ബോംബ് എറിയുകയും ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം, റവല്യൂഷണറി നാഷണലിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാജഗുരുവിനെ തൂക്കിലേറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ തൂക്കിലേറ്റപ്പെട്ട ഡേറ്റ് വെച്ച് കണക്ട് ചെയ്താൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരവും എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പലതരം രചനകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഗാന്ധിജി എഴുതിയിട്ടുള്ള രചനകളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല ഗാന്ധിജിയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ പുസ്തകങ്ങളും നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റില്ല അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് പോകണം. അതായത് PYQയിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അത് മാത്രമെങ്കിലും നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാതെ മുഴുവനും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹ എന്നുള്ളതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ PYQയിൽ വരുന്ന ഫാക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്, അടുത്തത് പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള ചോദ്യങ്ങളെക്കാട്ടിലും, അതായത് സിമ്പിൾ MCQനെക്കാട്ടിലും പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. പക്ഷേ പ്രസ്താവന രീതിയുടെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ പ്രസ്താവന ഇത് തീരെ ബന്ധമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് നോക്കാം. ചോദ്യം നമുക്ക് ആദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തെറ്റ് വരുന്നത്. മിക്കവാറും ഈ ഓപ്ഷനകത്ത് ശരിയുള്ള ഓപ്ഷനും തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ശരിയല്ലാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ എന്നുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറയുണ്ടായി അല്ലേ. അതായത് ഫ്രാൻസിലുണ്ടായിരുന്ന അസമത്വമായിട്ടുള്ള ആ ഒരു സാമൂഹിക ഘടന മൂലം അവിടെയുള്ള കോമൺ പീപ്പിൾസ്, അതായത് 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഇതിനെ വിഭജിച്ചിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറയുക പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നോബിൾസും അതേപോലെ രാജാവും ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അതേസമയം തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ കോമണേഴ്സുമായിരുന്നു വന്നിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അസമത്വവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല ആദ്യത്തെ 1ഉം 2ഉം എസ്റ്റേറ്റിലുള്ള ആളുകൾ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ മേലെ വലിയ രീതിയിലുള്ള നികുതികൾ ചുമത്തുകയും ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരുടെ താല്പര്യങ്ങൾ മാത്രമേ അന്നത്തെ ആ ഒരു ഭരണഘടനയിൽ നടക്കുകയുണ്ടായിരുന്നുള്ളൂ അല്ലേ, ആ ഒരു പാർലമെന്റിൽ നടക്കുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ വളരെയധികം പ്രക്ഷോഭം ഉണ്ടാക്കുകയും അവർ തെറ്റായിട്ടുള്ള ഈ നികുതി നടപടികൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ടെന്നീസ് കോർട്ടിലേക്ക്, പാർലമെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫ്രാൻസിന് ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കും എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. അതാണ് നമ്മൾ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സംഭവം. അതിനുശേഷം അന്നത്തെ ഫ്രഞ്ച് ജനതയുടെ ഒരു നൈറ്റ്മെയർ ആയിരുന്ന ബാസ്റ്റിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജയില്, ആ ഒരു ജയില് തകർക്കുകയുണ്ടായി അന്നത്തെ കോമൺ പീപ്പിൾസ്. അങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ റവല്യൂഷനിലേക്ക് കടക്കുന്നത്. അത് മാത്രമല്ല അന്ന് ആഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്
തെരുവിലൂടെ സ്ത്രീകൾ പലരും മാർച്ച് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേരി ആന്റണി എന്ന് പറയുന്ന അന്നത്തെ റാണി, അതായത് അന്നത്തെ ഫ്രഞ്ച് ഭരിച്ചിരുന്ന അന്നത്തെ റാണി എന്താണ്, അവർക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ അവരോട് കേക്ക് തിന്നാൻ പറയൂ അല്ലേ, അതായത് ഇഫ് ദേ ഡോണ്ട് ഹാവ് ബ്രെഡ് ദെൻ ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെയധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അന്നത്തെ ഭരണം നടത്തിയിരുന്ന രാജാവായിട്ടുള്ള ലൂയിസ് 16-നെയും അതേപോലെ തന്നെ മേരി ആന്റോണീറ്റിനെയും അവർ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുകയും അന്നത്തെ പ്രക്ഷോഭകാരികളായിരുന്ന ആളുകൾ അധികാരത്തിലേക്ക് വരികയും അവരൊരു ഭരണഘടന നിർമ്മിക്കുകയും പാർലമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം തീർച്ചയായിട്ടും അന്ന് അവർ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭരണത്തെ, അല്ലെങ്കിൽ അന്നത്തെ അവർ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ഡെമോക്രസിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെയെല്ലാം നിഷ്കരണം ഗില്ലറ്റിനിൽ വധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അന്നത്തെ സർക്കാർ ഒഫീഷ്യൽസ് ആയിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ മുൻപ് കൊട്ടാരത്തിലെ രാജാവിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന പല ആളുകളും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു ഭരണത്തെ എതിർക്കുന്നു എന്ന് തോന്നിയിട്ടുള്ള ആളുകളെയും ഒക്കെ എന്ത് ചെയ്തു, ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലുകയുണ്ടായി. അതുമാത്രമല്ല, പ്രധാനമായിട്ടും അതിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുള്ളവരെ വരെയും അതിൽ കൊല്ലുകയുണ്ടായി. ഈ ഒരു കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വിപ്ലവത്തിൻ്റെ വിജയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ നമ്മളോട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സംഭവമായിരിക്കും നമ്മുടെ ശരിക്കുള്ള ഉത്തരം നമുക്കറിയാം അല്ലേ. അപ്പോൾ അടുത്ത് നോക്കാം. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അല്ല. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അതായത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് സാർ കിങ്ഡം ആയിരുന്നു അല്ലേ. ആ കിങ്ഡത്തിനെതിരെ, ആ രാജാവിനെതിരെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരമോ ജോലിയോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രക്ഷോഭം നടത്തുകയും അങ്ങനെ സമാധാനപരമായിട്ട് സംഘടിച്ചിരുന്ന ആ ഒരു ജനതയിലേക്ക് അന്ന് ആ സൈനികരെ വെടിവെക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾ അന്ന് മരിച്ചു വീഴുകയുണ്ടായി. ഈ ഒരു ദാരുണമായ സംഭവമാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസ്താവന 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടക്കുന്നത്? തീർച്ചയായിട്ടും അതെ. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ നമുക്കത് ആവശ്യമില്ല, ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള വിപ്ലവമാണ്. 1688 അത് നടന്നിട്ടുള്ളത്. ഓക്കെ, അത് ശരിയാണ്. അടുത്തത് 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വർഷം തെറ്റാണ്. അപ്പൊ എന്തായി? ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളോട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടി രണ്ടാമത്തെയും തെറ്റാണ്, നാലാമത്തെയും തെറ്റാണ്. 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് നമ്മൾ എത്താനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, വീണ്ടും ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നോക്കാം. പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം ഞാൻ എടുക്കാനായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു വ്യത്യസ്തമായ ചോദ്യമാണ്. അതായത് ഇതിനകത്തെ 2 സ്റ്റേറ്റ്മെന്റുകളും വളരെ വേഗമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യമാണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിൽ വലിയ ഫാക്റ്റുകളൊന്നും വെക്കാതെ വളരെ വേഗമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യത്തേത് പറഞ്ഞിട്ടുണ്ട് 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1510 അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയായിട്ട് കിട്ടിയില്ലേ. അടുത്തത് രണ്ടാമത്തെ മൂന്നാമത്തേലേക്ക് കടക്കുകയാണ്. ഓക്കെ, പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിന്റെ പ്രചോദനത്താൽ
വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കിയേ, ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. നമ്മളൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇമ്മാനുവൽ രാജാവാണ് പ്രചോദനം നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ വായിച്ചു പോകുന്ന സംഭവമാണ്. അതിൽ വലിയ ഫാക്റ്റൊന്നും ഇല്ലാതെയാണ് ഈ ചോദ്യം, അല്ലെങ്കിൽ വർഷമൊക്കെ തന്ന് തെറ്റിക്കാതെയൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാണ്. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായി തീർന്നു എന്നാണ് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് നോക്കിയേ. അതായത് വലിയ വർഷങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ അങ്ങനെ ഒന്നുമില്ല. എന്താ സംഭവം? കൊച്ചി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഭരണത്തിന്റെ കീഴിൽ കുറച്ച് ഡെവലപ്ഡ് ആയി എന്നാണ് തന്നേക്കുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ ശരിയാണ് എന്ന് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത് അല്ലേ. പക്ഷേ പരീക്ഷാ ഹാളിൽ നിന്ന് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിന്റെ ആ ഒരു സെൻസ് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇത് പഠിച്ചില്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഇരുന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും പുറത്തിറങ്ങിയിട്ട് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇത്ര എളുപ്പമായിരുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണിത് അല്ലേ. അതായത് പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളത് മാത്രം മതി അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഗോവയ്ക്ക് ശേഷം അത് ഏറ്റവും വലിയൊരു പട്ടണമായിട്ട് മാറി എന്നൊക്കെ തന്നിട്ടുണ്ട്. അവരുടെ നല്ല കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ട് തന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് നമ്മൾ ഒരുപാട് സമയം കളയാതിരിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ എളുപ്പമാണ്. ഈ 3 സംഭവം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി എന്ന് പറയുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. നോക്കാം. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അടുത്തത് 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് മണ്ഡപത്ത് വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്കറിയാം. ഒരു വിദേശ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ആദ്യത്തെ കേരളത്തിലെ രാജാവായിരുന്നു അല്ലേ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാരെ അന്ന് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയുണ്ടായി. ഏതാ വർഷം? 1741 എന്ന് പറയുന്ന വർഷത്തിലാണ് നടക്കുന്നത്. അപ്പൊ അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയുണ്ടായി എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തിലേക്ക് വരികയാണെങ്കിൽ 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു എന്നാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ വർഷവും തെറ്റാണ്. 1753 ആണ്. മാത്രമല്ല ഇത് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതും അല്ല അല്ലെ. അപ്പൊ എന്താണ് ഇത്? കുളച്ചൽ യുദ്ധത്തിന് ശേഷം വരുന്ന ഒരു എന്താ പറയാ ഉടമ്പടിയാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സംഭവം തെറ്റാണ്. യെസ്, അടുത്തതിലേക്ക് കടക്കുമ്പോൾ മണ്ഡപത്ത് വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ കുറേയധികം ഭരണ പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ തിരുവിതാംകൂറിന്റെ ഒരു സുവർണകാലം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സുവർണകാലം സ്വാതന്ത്ര്യനാളിന്റെ കീഴിലാണ്. അപ്പൊ അതിലേക്ക് തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന കുറേയധികം ഭരണ രീതികളെ അദ്ദേഹം മാറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ മുളകുമടി ശീലക്കാർ അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ടേംസ് ഒക്കെ നമുക്ക് പൊതുവെ ചോദിക്കാറുണ്ട്. അപ്പോൾ ധനകാര്യ വകുപ്പാണ് മുളകുമടി ശീലക്കാർ എന്ന് പറയുന്നത്. അതുപോലെ അഞ്ചൽ എന്ന് പറയുന്നത് പോസ്റ്റൽ സംവിധാനമാണ് അന്നത്തെ. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മണ്ഡപത്ത് വാതുക്കൽ എന്ന് പറയുന്നത് എന്താണ്? താലൂക്ക് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ only 1 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യഥാർത്ഥ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അതുകൊണ്ട് only 1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതില്ലായിരുന്നു. 1 and 2 എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻ തന്നിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. വീണ്ടും വീണ്ടും വായിച്ച് നമ്മൾ സമയം കളയാതിരിക്കുക, തെറ്റുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. യെസ്, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓരോരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നമുക്ക് നോക്കാം അല്ലേ.
വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ അല്ലേ. അദ്ദേഹം വൈക്കം ഹീറോ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും വൈക്കത്തേക്ക് ഒരു യാത്ര നടത്തുന്നൊക്കെയുണ്ട്, കാൽനട യാത്രയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അന്ന്. അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ് 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു എന്നുള്ളതാണ്. അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. 1924 വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, വൈക്കം സത്യാഗ്രഹം തുടരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ചോദ്യത്തിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയ PSCയിൽ നമ്മൾ പൊതുവേ കാണുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളും പക്ക ഫാക്റ്റായിട്ട് വരുന്നതാണ്. അതായത് പോയിന്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളെടുത്തു, ഏത് വർഷം തുടങ്ങി, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, എന്തുകൊണ്ട് തുടങ്ങി, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കിട്ടും മിക്കവാറും കാര്യങ്ങൾ അല്ലേ. പക്ഷേ ഇതിനകത്ത് നോക്കിയേ, 1924 വെള്ളപ്പൊക്ക സമയത്തും സത്യാഗ്രഹം തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ സത്യാഗ്രഹം എന്താണെന്നുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബാക്ക്ഡ്രോപ്പ് കൃത്യമായിട്ട് വായിച്ച ആളുകൾക്ക് ഉത്തരത്തിലെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിലും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഉത്തരത്തിലെത്താനായിട്ട് പറ്റും. എന്നിരുന്നാലും ആ സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. യെസ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു, 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വളരെയധികം നമ്പറുകളും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ അതിൽ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചൊരു ടോട്ടൽ എല്ലാത്തിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഓപ്ഷൻ B ആണ് ഇവിടെ ശരി. അടുത്ത ചോദ്യം, നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കുക. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. യെസ്, അടുത്തതെന്ന് പറയുന്നത്, ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക് ആണ് യാത്ര ചെയ്തത് എന്ന് പറയുന്നു. അടുത്തത്, ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു എന്ന് 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ തന്നിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ രീതി നോക്കിയേ, ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്കത് തെറ്റാണെന്ന് മനസ്സിലാവൂലേ. കാരണം ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആളുകളും പല വിശേഷണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോത്തിലാൽ നെഹ്റു പറയുന്നതുണ്ട്, അങ്ങനെ പല ആളുകളുടെ എന്താ പറയുക പ്രസ്താവനകൾ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള, വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം, ഒരു വാചകമാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. എന്താ അദ്ദേഹം പറയുന്നത്, ഉപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വാക്കായി മാറി, ഒരു ശക്തിയുടെ വാക്കായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ജവഹർലാൽ നെഹ്റു അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങളൊരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു എന്ന് ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെന്താ, അപ്പോൾ ഇതിനകത്ത് 3 തെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 3 എന്നുള്ള കാര്യമുള്ള ഓപ്ഷനുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. 1 and 2 only ആണ് ഉത്തരം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നോക്കുക, ആദ്യത്തേത് പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഗാന്ധി അഹിംസാത്മകമല്ലാത്ത സമരങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം അത് കറക്റ്റാണെന്ന് നമുക്ക് കിട്ടും. അടുത്തത്, ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്കാണ് യാത്ര ചെയ്തതെന്ന് പറയുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 1ഉം 2ഉമാണ് ശരി. ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യം വായിച്ചിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, സമയം കൂടുതലായിട്ട് നമ്മൾ എടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ചോദ്യം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. യെസ്, അടുത്തതിലേക്ക് പോവാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോക്കാം. ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല, സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ എവിടെയും പെട്ടെന്ന് പഠിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. സ്വകാര്യ വ്യക്തികൾ, കമ്പനികൾ എന്നുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. അടുത്ത നോക്കാം. റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിന്റെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും അതിന്റെ ഉടമസ്ഥതയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറയുണ്ടായില്ലേ, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള അസമത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അതായത് 3 എസ്റ്റേറ്റുകളായിട്ട് പിരിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും മുകളിലുണ്ടായിരുന്ന, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു, അന്നത്തെ വൈദികരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലുള്ള ആളുകളായിരുന്നു രൂപീകരിച്ചിരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ. ആദ്യത്തെ ഒരു എസ്റ്റേറ്റ് അവർ രൂപീകരിച്ചു. അതുമാത്രമല്ല, ആ ഒരു ഇതിന്റെ ഫ്രാൻസിന്റെ ഭൂരിഭാഗം ഭൂപ്രദേശവും ഫ്രാൻസിന്റെ ഭൂരിഭാഗം സമ്പത്തും ആരുടെ കീഴിലായിരുന്നു, ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകളുടെ കീഴിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തെന്ന് പറയുന്നത്, വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ് എന്നാണ് തന്നേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴത്തേക്കിന് നമുക്ക് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആകൂല്ലേ. കാരണം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പലയധികം കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്, തത്വചിന്തകരുടെ ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. തത്വചിന്തകരുടെ സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചു, ഫ്രഞ്ച് വിപ്ലവത്തിന് ശക്തി പകർന്നു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥ കാരണമാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ വിപ്ലവം ഉണ്ടാകാൻ തത്വചിന്തകരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശക്തി പകർന്നു എന്ന് തന്നിരുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് എളുപ്പം കിട്ടുമായിരുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൂലമല്ല എന്ന് മാത്രമായിരുന്നു തന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയേനെ. ഇവിടെ പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ നോക്കുക, എന്താ തന്നിരിക്കുന്നത്, ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ് എന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണല്ലോ ഈ കാര്യം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക, ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും എന്തായി, കറക്റ്റായി. അങ്ങനെ ഈ 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് അയ്യോ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും നമ്മൾ ഈ ഒരു ഭാഗം ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ചോദ്യം നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഐഡിയ വരും. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യകാരണം എന്താണെന്ന് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇത്തരത്തിലെ ഉത്തരത്തിലേക്ക് എത്തിപ്പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ വേണം സമീപിക്കാൻ. ഇവിടെ സംഭവം എന്താ പറഞ്ഞേക്കുന്നത്, വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥ കാരണമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും തത്വചിന്തകർ മാത്രം കാരണമല്ലല്ലോ വിപ്ലവത്തിലേക്ക് വന്നത്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ദേശീയ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതേപോലെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഒക്കെ കാരണമാണ് അല്ലെ. ലൂയിസ് രാജാക്കന്മാരുടെ ഒരു വളരെ എക്സ്ട്രാവാഗന്റ് ആയിട്ടുള്ള ആ ഒരു ജീവിത രീതിയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പട്ടിണിയും പ്രശ്നങ്ങളും മാത്രമല്ല തെറ്റായിട്ടുള്ള നികുതി സമ്പ്രദായങ്ങളും ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. സനാഡുവിലെ ഖുല്ലൈഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസീബ് നിർമ്മിച്ചതാണ് എന്നും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്, ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ. അതായത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അക്ബറിന്റെ ആ ഒരു നിർമ്മാണമാണ്. അതേ മാത്രമല്ല ജഹാംഗീർ ആരംഭിച്ചതാണ് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലി എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴാണ് മോത്തി മസ്ജിദ് എന്ന് പറയുന്നത് ഔറംഗസീബ് അല്ല നിർമ്മിക്കുന്നത്, ഷാജഹാനാണ് നിർമ്മിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ നമ്മുടെ ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 ആണ് ശരി എന്ന് പറയുന്നത്. ഇതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഏകദേശം മെഡീവൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണത്. യെസ്, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. എന്താണ് തന്നേക്കുന്നത്,
തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾക്ക് തോന്നും വാചകങ്ങൾ വായിക്കുക എന്നുള്ളത്. ഇതൊക്കെ എന്താണ്? താഴെ പറയുന്ന ഉത്തരവ് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് തന്നേക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ ഞാൻ എടുത്തിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മലയാളം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്താണ്, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെ നമ്മൾ എടുക്കുകയുള്ളൂ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ മാത്രം ഇംഗ്ലീഷ് വായിച്ച് നോക്കാം, മലയാളം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് മാർത്താണ്ഡവർമ്മയുടെ പതിവ് കണക്ക് എന്ന് പറയുന്നത്? അന്നത്തെ ഒരു ബഡ്ജറ്റ് സംവിധാനമാണ് അല്ലേ. അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കുറേ അധികം ഭരണപരിഷ്കാരങ്ങൾ മാർത്താണ്ഡവർമ്മ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അടുത്തത് സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്നത് എന്താ സംഭവം? അന്നത്തെ ആ ഒരു ജാതി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട്, താഴ്ന്ന ജാതിയിലുള്ളവരാണെങ്കിൽ അവരെ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ശുചീന്ദ്രൻ കൈമുക്ക്. അത് സ്വാതി തിരുനാൾ നിർത്തലാക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് ഉത്തരം എളുപ്പം കിട്ടും. അടുത്തത് തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണത്തിന്റെ കീഴിലാണ്. ആ സമയത്ത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയം നടക്കുന്നതൊക്കെ അല്ലേ, 1925 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി എന്ന് തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പെട്ടെന്ന് തോന്നും ഈ ലക്ഷ്മിഭായ് എന്നൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇത് അപ്പോഴാണ് നിർത്തലാക്കുന്നത്. ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലാണ് അടിമത്തം നിർത്തലാക്കുന്നത്. ഓക്കെ, അപ്പൊ അടിമത്തം നിർത്തലാക്കുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 1, 2, 3 ശരി എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് ചേരുന്നത്? ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KP വള്ളോൻ പുലയ മഹാസഭ എന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. അടുത്തത് അയ്യ വൈകുണ്ഠസ്വാമി ഉച്ചി പതിപ്പ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതും ശരിയായിട്ടുള്ളതാണ് അല്ലേ. അയ്യ വൈകുണ്ഠസ്വാമിയുടെ കുറേ ആശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് അഖിലത്തിരുട്ട് അമ്മാനെ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ, അടുത്തത് CP അച്യുതമേനോൻ, അദ്ദേഹത്തിൻ്റെതാണ് വിദ്യാവിനോദിനി എന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. അടുത്തത് TK മാധവൻ്റെയാണ് ധന്വന്തരി എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദേശാഭിമാനിയാണ് അദ്ദേഹത്തിൻ്റെ അല്ലേ. അപ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്നത് എവിടെയെങ്കിലും ശരിയുണ്ടോ? B എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ചധികം പ്രസിദ്ധീകരണങ്ങളെങ്കിലും പഠിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും ചോദിക്കുക. കൃത്യം ഒരാളുടെ പ്രസിദ്ധീകരണമായിട്ട് എടുത്ത് ചോദിക്കുന്നതിനെക്കാട്ടിൽ ഒന്നുകിൽ ജോഡിയായിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത നോക്കാം. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിന്റെ താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഭവം ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടമേത്താണുപിള്ള എന്ന് തന്നിട്ടുണ്ട്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. അടുത്തത് കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് രൂപീകരണത്തിനായിട്ടുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം എന്ന് തന്നിട്ടുണ്ട്. ഇത് സംഭവം എന്താണ്? ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, ഒരു പുസ്തകമാണ് ധർമ്മരാജ്യം. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് അക്കമ്മ ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് അക്കമ്മ ചെറിയാൻ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ആ സുഗതനാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. എന്താണ്? 1, 2, 3 ശരി. 1, 2, 3 ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത താഴെ പറയുന്നതിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കുറച്ചധികം മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കുറച്ച് കലാപങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഉൽഗുലാൻ മൂവ്മെന്റ്, പിന്നുള്ളത് സാഫാഹാർ മൂവ്മെന്റ്, പിന്നെ കാച്ച നാഗ റിബല്യൻ, പിന്നെ ഗദ്ദാർ മൂവ്മെന്റ്.
ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇത് 3 ഗോത്ര കലാപങ്ങളാണ്. ഈ ഗോത്ര കലാപങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഗദ്ദാർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അമേരിക്കയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഗദ്ദാർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഗദ്ദാർ പാർട്ടിയുടെ ആ ഒരു തുടക്കകാലത്തെ ഇത് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ. USA-ലാണ് അത് ആരംഭിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ബാക്കി 3 ഗോത്ര കലാപങ്ങളാണ്. അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഓടുകൊണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് 4ാമത്തെ സംഭവം മാത്രമാണ് നമുക്ക് കൂട്ടത്തിൽപ്പെടാത്തത്. 4ാമത്തേന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. യെസ്. അപ്പോൾ ഇവിടെ ചോദ്യം തന്നേക്കുന്നത് നോക്കിയേ, 1 2 3 4 തന്നിട്ട് പിന്നെ അതിൽ നിന്ന് 1 2 3 4 എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം അന്നത്തെ കുറേ ടേംസ് ഉണ്ട് അല്ലേ. അതിങ്ങനെ പരീക്ഷയ്ക്ക് പൊതുവേ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാത്തത് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കാം. കരോരി തന്നിട്ടുണ്ട്, ജാഗിർ തന്നിട്ടുണ്ട്, പാരതി തന്നിട്ടുണ്ട്, ഇനാം തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏതാ ശരി ഉത്തരം? കരോരി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കരോരി എന്ന് പറയുന്നത് അന്നത്തെ ലാൻഡിൻ്റെ ആ ഒരു കരം അല്ലെങ്കിൽ അവരടയ്ക്കുന്ന ടാക്സ് അത് പിരിച്ചെടുക്കാനായിട്ട് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് കരോരി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ഥലമല്ല അല്ലേ, ഒരാളാണ്, ഒരു പോസ്റ്റാണ്. പിന്നുള്ളത് ജാഗിർ എന്നുള്ളതാണ്. ജാഗിർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാട്ടത്തിന് അല്ലെങ്കിൽ ഒരാളുടെ കീഴിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള, അതായത് രാജാവ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് ജാഗിർ എന്ന് പറയുന്നത്. ജാഗിർദാരി സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും അല്ലേ. അത് ജാഗിർ എന്ന് പറയുന്ന അപ്പോൾ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു സംഭവമാണ്. പാരതി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം, അതായത് കൃഷിക്കോ അങ്ങനെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാതെ തരിശു കിടക്കുന്ന സ്ഥലങ്ങളാണ് പാർട്ടി എന്ന് പറയുന്നത്. അടുത്തത് ഇനാം എന്ന് പറയുമ്പോഴത്തേക്കിനും രാജാവ് അല്ലെങ്കിൽ ഭരണകൂടം എന്തെങ്കിലും റിലീജിയസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട് പതിച്ചു നൽകുന്ന, സമ്മാനമായിട്ടൊക്കെ നൽകുന്ന സ്ഥലങ്ങളെയാണ് ഇനാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 പല ടൈപ്പിൽ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലേ. കരോരി എന്ന് പറയുന്നത് അതല്ല. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്ഥലം എന്ന് പറയുന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നോക്കുമ്പോൾ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു വാക്കായിരിക്കും നമുക്ക് അറിയണേ. ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ വരാതെ കൃത്യമായിട്ട് ചോദ്യം വായിച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. യെസ്. അടുത്ത നോക്കാം. പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ് തന്നേക്കുന്നത്. എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത്? നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന കുറേയധികം മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജാവുമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്നുമുള്ള, ഇംഗ്ലണ്ടിൽ നിന്നുമുള്ള കുറേ ആളുകൾ അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലേക്ക് വന്ന് താമസിക്കുകയാണ് അല്ലേ. അവരവിടെ വന്ന് താമസമാക്കി അവിടെ ഒരു കൊളോണിയൽ സെറ്റപ്പ് ഒക്കെ തുടങ്ങി അവരവിടെ റെഡ് ഇന്ത്യൻസിനെയൊക്കെ മാറ്റി അവരെ കുറേ ഭാഗങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ നിന്നുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അമേരിക്കയിലുള്ള ജനതയിലേക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറേ കാലങ്ങൾ കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ വിചാരിക്കും നമുക്ക് എന്തിനാണ് ആ ഒരു മാതൃരാജ്യത്തിൻ്റെ സഹായം വേണ്ടത് എന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെ സ്വയമായിട്ട് തന്നെ ഇവർക്ക് ഭരിക്കാനുള്ള ആ ഒരു അവകാശമുണ്ട്. അത് മാത്രമല്ല ഇവർ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിലെ ഭരണസഭയിൽ ഇവർക്ക് ആർക്കും, അതായത് അമേരിക്കയിൽ വന്ന് താമസിച്ചിട്ടുള്ള ആർക്കും തന്നെ എന്തില്ല? ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുണ്ടായി. അതുമാത്രമല്ല അവരെന്ത് ചെയ്തു? അന്ന് ആ ഒരു ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇവിടെ അമേരിക്കയിൽ ചുമത്തിയിട്ടുള്ള പലതരത്തിലുള്ള ആക്ടുകൾക്കെതിരെ അവർ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുറേയധികം ടീ പാക്കറ്റുകൾ കടലിലേക്ക് എറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. പിന്നീട് കോണ്ടിനെന്റൽ കോൺഗ്രസ്സുകളൊക്കെ നടത്തുകയും അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു അല്ലേ അത്. അപ്പോൾ ഇതിനൊക്കെ തുടക്കമാകുന്ന ഇംഗ്ലണ്ട് അമേരിക്കയുടെ മേൽ ചുമത്തിയിരുന്ന പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒരെണ്ണമാണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിതമായിട്ട് വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണത്. അടുത്തത്
ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. സന്യാട്സൻ എന്ന് പറയുന്ന ആള് അന്നത്തെ മഞ്ജു രാജവംശം, ചൈനയിൽ ഉണ്ടായിരുന്ന മഞ്ജു രാജവംശത്തിനെതിരെ അന്നത്തെ ചൈനീസ് ജനത വളരെയധികം പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും സന്യാട്സൻ എന്ന് പറയുന്ന നേതാവിന്റെ കീഴിലേക്ക് ഭരണം വരികയും ചെയ്തു. അദ്ദേഹം അന്ന് കൊണ്ടുവന്നിട്ടുള്ള 3 ദർശനങ്ങളുണ്ട്. അതായത് അന്നത്തെ അവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹോദര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ദേശീയത, സാഹോദര്യം, അവരുടെ സമത്വം, ഈ 3 ആശയങ്ങളിലൂന്നിയുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം എന്ന് പറയുന്നത്. അതിനെയാണ് ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാട്സൻ ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ആയിരുന്നു കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. യെസ്, അപ്പൊ അത് കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. 10 days that shook the world, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് തന്നേക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അത് തീർച്ചയായിട്ടും റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ റഷ്യയിൽ 1917 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ ജനത ഈ പറയുന്ന രാജ്യഭരണത്തിനെതിരെ, രാജാവിൻ്റെ ആ ഒരു ഭരണത്തിനെതിരെ ഇവർ കുറേ പേര് തടിച്ചുകൂടുകയും അങ്ങനെ അന്നത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രാജാക്കന്മാരെ ഭരണത്തിൽ നിന്ന് മാറ്റുകയും ഈ റവല്യൂഷണറീസിന്റെ കയ്യിലേക്ക് ഭരണം വരികയും ചെയ്തു അല്ലെ. ബോൾഷെവിക്സിന്റെ കയ്യിലേക്ക്, ആദ്യം മെൻഷെവിക്സിന്റെ കയ്യിലേക്കാണ്, പിന്നീട് അലക്സാണ്ടർ കെരൻസ്കിയുടെ കയ്യിൽ നിന്ന് ഭരണം പിന്നീട് മാറുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവം, അതിന്റെ ഏറ്റവും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രാജാവിനെ അവിടെ നിന്നും എടുത്തു മാറ്റുന്ന ആ ഒരു ഒക്ടോബർ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? ഈ 10 days that shook the world എന്ന് പറയുന്നത്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് 1917. അപ്പൊ ഇതെന്താ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് 1, 2, 3 1, 2, 3 ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ്. യെസ്, അങ്ങനെ ഉത്തരത്തിലെത്തി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നൊരു ചോദ്യമാണ്. നോക്കിയേ, ടെന്നീസ് കോർട്ട് സത്യം അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്, ഇങ്ങനെയൊക്കെ വരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നാലും നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. ടെന്നീസ് കോർട്ട് ഓത്ത് തന്നെയാണ് അവിടെ തന്നേക്കുന്നത്. ആ ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറയുണ്ടായി അല്ലേ. ഒരുപാട് വിശദീകരിച്ചില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഞാൻ പറയുണ്ടായി. അത് ഏറ്റവും കാര്യമായിട്ട് ഞാൻ പറഞ്ഞ സംഭവമാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ശരിയായ കാര്യമാണ്. യെസ്. അടുത്തത്, ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ടെയ്ലിയും ടിറ്റയും ഗബല്ലയും അന്നത്തെ തേർഡ് എസ്റ്റേറ്റിന്റെ മുകളിൽ 1ഉം 2ഉം എസ്റ്റേറ്റുകാർ ചുമത്തിയിരുന്ന പലതരത്തിലുള്ള നികുതികളാണ്. ഇതിലെ ടിറ്റ എന്ന് പറയുന്ന നികുതി 1ാമത്തെ എസ്റ്റേറ്റ്, ഏറ്റവും താഴെയുള്ള തേർഡ് എസ്റ്റേറ്റിലുള്ള പെസൻസിന്റെ മേലെ ചുമത്തിയിരുന്നതാണ്. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ 10-1 ഭാഗം ഇവർക്ക് നൽകണം, അതായത് ഫസ്റ്റ് എസ്റ്റേറ്റുകാർക്ക് നൽകണം എന്നുള്ളതായിരുന്നു ടിറ്റ എന്ന് പറയുന്ന നികുതി എന്ന് പറയുന്നത്. ബാക്കി 2ഉം നികുതികളാണ്, തേർഡ് എസ്റ്റേറ്റിന്റെ മേലെ ചുമത്തിയിരുന്ന നികുതികളായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കപ്പോൾ കിട്ടി. 3ാമത്തേത്, ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പുസ്തകമാണത് എന്ന് പറയുന്നത്. അടുത്തത്, പ്രൈഡ് പർജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രൈഡ് പർജ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ടിലെ രക്തരൂക്ഷിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പ്രൈഡ് പർജ് എന്ന് പറയുന്നത് അല്ലേ. അന്നത്തെ ആ ഒരു ലോങ് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പ്രൈഡ് പർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ശരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. യെസ്, അടുത്തതിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായി ജോഡി ഏതെന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ഒന്നും അല്ല, ഒരു സംഭവം തന്നിട്ടുണ്ട്, നടന്നിട്ടുള്ള ആ ഒരു വർഷം തന്നിട്ടുണ്ട്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ എന്താ? പാലിയം സത്യാഗ്രഹം തന്നിട്ടുണ്ട്. 1947 മുതൽ 48 വരെയും തന്നിട്ടുണ്ട്. ശരിയാണല്ലോ, 47-ലാണ് നടക്കുന്നത് അല്ലേ. അടുത്തത്, നിവർത്തന പ്രക്ഷോഭം 1935 എന്ന് തന്നിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭം നമുക്കറിയാം 1932-ലാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. അടുത്തത്, പട്ടിണി ജാഥ 1936 നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32-ലാണ് നടക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ തെറ്റായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ മാത്രമാണ് തെറ്റ്. 2ാമത്തെ മാത്രം തെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. യെസ്. അടുത്തത്,
പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ 1599 ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം, ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, കറക്റ്റ് ഡയറക്റ്റ് ഉത്തരമാണ്, സിമ്പിൾ MCQ ആണ്. ഓപ്ഷൻ ബി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കത്തോലിക്ക സഭയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. 1599 നടക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു നമുക്ക് കിട്ടി? ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. യെസ്, അപ്പൊ അത്ര ഉള്ള ക്വസ്റ്റ്യനിൽ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും നേരത്തെ തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് അല്ലെ, ഒരു മൾട്ടിപ്പിൾ MCQ മോഡലാണ്. ഇതിനകത്ത് നമുക്ക് ശരിയായിട്ടുള്ള ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സത്യശോചക് സമാജം ജ്യോതിറാവ് ഫൂലെയും തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണ് അല്ലേ, നമുക്ക് എളുപ്പം കിട്ടി. യെസ്. അടുത്തത് ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് തന്നിട്ടുണ്ട്, തെറ്റാണ്. അടുത്തത് നമുക്ക് എന്ത് തന്നു? പ്രാർത്ഥനാ സമാജം തന്നു, സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് തന്നു, അപ്പൊ അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അടുത്തെന്താ? ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് എന്ന് തന്നിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നമ്മളോട് ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉമാണ് ഇതിനകത്തെ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്ഷനിലേക്ക് എത്തി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീയതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്രിപ്സ് മിഷനെയാണ് അല്ലേ. ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി പറയുന്ന ഒരു പ്രസ്താവനയാണിത്. എന്ത്? തീയതി വെച്ച ചെക്ക് എന്ന് പറയുന്നത് അല്ലേ. അതാരാണ്? ഗാന്ധിജിയാണ് പറയുന്നത്. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. യെസ്. അടുത്തത്, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉത്തരത്തിലെത്താൻ പറ്റുന്ന സിമ്പിൾ MCQ ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ഗസ്റ്റപ്പോ എന്നുള്ളതാണ് അല്ലേ. റെഡ് ആർമി എന്ന് പറയുന്ന റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ബ്ലാക്ക് ഷർട്ട്സും റെഡ് ഷർട്ടും ഒന്നും അല്ല. നമുക്ക് ഉത്തരം എന്താണ്? ഗസ്റ്റപ്പോ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര് ഗസ്റ്റപ്പോ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി. യെസ്, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ കുറേ അധികം ഇവന്റുകൾ തന്നിട്ടുണ്ട്, അതിനെ പല രീതിയിൽ ഇവിടെ ഓർഡറിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഓർഡർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ ഇതിനകത്ത് വൈക്കം സത്യാഗ്രഹമുണ്ട്, ചാന്നാർ ലഹളയുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, മലബാർ കലാപമുണ്ട്. ഇതിനകത്ത് ചാന്നാർ ലഹളയാണ് ഏറ്റവും ആദ്യം നടക്കുന്ന കലാപം അല്ലേ, നമുക്കറിയാതെ. അടുത്തത് വൈക്കം സത്യാഗ്രഹമുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്, മലബാർ കലാപമുണ്ട്. അത് കഴിഞ്ഞാൽ 1920 നമ്മുടെ മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും അടുത്ത രണ്ടാമത്തെ സംഭവം. 2021 കാലഘട്ടമാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തേത് കഴിഞ്ഞാൽ നാലാമത്തെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനകത്തൊന്ന് ഉത്തരം കിട്ടും. രണ്ടാമത്തെ കഴിഞ്ഞാൽ നാലാമത്തെ വരുന്നത് ആകെ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. യെസ്. എന്നാലും നമുക്ക് നോക്കാം. അടുത്തത് മൂന്നാമത്തെ സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം എന്നുള്ളതാണ്. പിന്നെന്താ? ഒന്നാമത്തെ വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1924 നടന്നു അല്ലേ. അപ്പോൾ അടുത്തത് വൈക്കം സത്യാഗ്രഹം വരണം, 1 കറക്റ്റാണ്. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടന്നു അല്ലേ. അപ്പോൾ അത് 4ഉം കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ഇവന്റ് തന്ന അതിന്റെ വർഷം ചോദിക്കാണ്ട്, വർഷം തന്നിട്ടില്ല, പകരം കറക്റ്റായിട്ടുള്ള കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിനകത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. യെസ്. അടുത്ത ചോദ്യം വീണ്ടും പ്രസ്താവന രീതിയിലേക്ക് തന്നെ വരികയാണ്. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് എന്നാണ് പറയുന്നത്. ഡു ഓർ ഡൈ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ എളുപ്പം നമുക്കിത് കിട്ടി. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് കിട്ടി. അടുത്തത്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 എന്ന് തന്നിട്ടുണ്ട്. ഏപ്രിൽ 13 കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷെ വർഷം ഇവിടെ തെറ്റാണ്. 1919 ആണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. യെസ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉത്തരവെത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് തെറ്റാണെന്ന് കിട്ടുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത്, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇത് ശരിയായിട്ടുള്ള സംഭവം അല്ലേ? അതെ, 1931 രണ്ടാം
രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഏക വട്ടമേശ സമ്മേളനമാണ്. ലണ്ടനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 3 വട്ടമേശ സമ്മേളനത്തിൽ ആകെ ഒരെണ്ണത്തിലേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ജോഡികൾ തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്താ, റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് എന്ന് തന്നിട്ടുണ്ട്. ഏപ്രിൽ തീസിസ് വി ഐ ലെനിൻ എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് വോൾട്ടയർ, ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേതുങ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ്, ആദ്യം ഓപ്ഷൻ എ എന്ന് പറയുന്നത് റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് എന്ന് തന്നിട്ടുണ്ട്. ഈ സംഭവം എന്താണ്, ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു ഭീകരവാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത് വി ഐ ലെനിനാണ്. ഇതും എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തതിലേക്ക് വരുമ്പോൾ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് വോൾട്ടയറുടെ അല്ല, മൊണ്ടസ്ക്യൂവിന്റെ ആണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി. അടുത്തത് ലോങ് മാർച്ച് എന്താ, ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചൈനയിലെ മഞ്ജു രാജവംശത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളും അവർ ജനങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന കുറെ അനീതികൾക്കുമെതിരെ പ്രക്ഷോഭം ഉണ്ടാവുകയും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്യാട്സൻ എന്ന് പറയുന്ന വ്യക്തി ഭരണത്തിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷം സന്യാട്സന് ശേഷം ഭരണത്തിലേക്ക് വരുന്ന ആരാണ്, ചിയാൻ കൈഷക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭരണം കുറച്ചുകൂടെ എന്താ പറയാ, ഒരാളിലേക്ക് ചുരുങ്ങുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വീണ്ടും അനീതികളിലേക്ക് വരികയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് മാവോ സേതുങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ ജനങ്ങൾ അണിനിരക്കുകയും ചൈനയിലുള്ള അവരുടെ ആ ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം പോരാടുകയും ചെയ്തു. അതിനുശേഷം ചൈന എന്ത് ചെയ്യുക, സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിട്ടുള്ള കുറേയധികം പ്രക്ഷോഭ രീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേതുങ് എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. നമ്മളോട് തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കണേ. അതുകൊണ്ട് തെറ്റായ ജോഡി നമ്മൾ നോക്കുക ഏതാണ്, ആകെ 3ാമത്തെ മാത്രമേ ഉള്ളൂ തെറ്റ്. 3 എവിടെയെങ്കിലും ഉണ്ട്, ഓപ്ഷൻ എ യിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. യെസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് ഇവന്റ്സ് ആണ് കുറേ നമുക്ക് തന്നിരിക്കുന്നത്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമാണ് എന്ന് നമുക്കറിയാം. അടുത്തത് 1988 ജനുവരി 20 അദ്ദേഹം അന്തരിച്ചു എന്ന് തന്നിട്ടുണ്ട്. 1987 ഭാരതരത്ന ലഭിച്ചു. പിന്നെ ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ടൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് ഇവന്റ്സ് ആണ് കുറേയധികം തന്നേക്കുന്നത്. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിലുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചേക്കുക. എപ്പോഴും ജനിച്ചത്, മരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ PSCക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരാളുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്തിലേക്ക് നമുക്ക് പോവാം. സ്വാതന്ത്ര്യാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം എന്ത് ചെയ്തു, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി? ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 1953 മുതലാണ് ഈ ഒരു സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്ന ആ ഒരു സംഭവം വരുന്നത് അല്ലേ. 1953 ആദ്യം ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. അതിനുശേഷം ആന്ധ്രാപ്രദേശ് ഒരു സംസ്ഥാനം വേണമെന്നും അവിടെ കുറേയധികം ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഘടന വരുന്നുണ്ട്. 1953 രൂപീകരിച്ചു. അടുത്തത്, ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. ഫസൽ അലി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അടുത്തത്, ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1953 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ഈ ഒരു
നമ്മുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ കീഴിൽ 1956 ആദ്യമായിട്ട് രൂപീകരിക്കുന്ന ആ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. 1, 3, 4 ശരി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ഹിസ്റ്ററി ചോദ്യങ്ങൾ എടുത്ത് പരിചയപ്പെടുകയാണ് ചെയ്തത്. ഇതിനകത്ത് കേരള ഹിസ്റ്ററി, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണെങ്കിൽ അവിടുന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിപ്പോയത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം ഫാക്റ്റുകളും നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ആ ഫാക്റ്റുകൾ വെച്ച് തന്നെ പ്രസ്താവന ചോദ്യത്തിൽ എലിമിനേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് ഉത്തരത്തിലെത്താനും നന്നായിട്ട് പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യാനും കഴിയും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.